നമസ്കാരം ഉണ്ട് കേട്ടോ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഒരു വലിയ നമസ്കാരം ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്ന് ഒരു പുതിയ കഥാവായനയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഇത് തന്നെയാണ് ആ പുസ്തകം. സഹ്യൻ്റെ മകൻ, എഴുത്തുകാരൻ ഡി മുരളി സാറ്. പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ്. 150 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെന്താ, ഇതൊരു ചെറുകഥാ സമാഹാരമാണ് കേട്ടോ. ഈ ചെറുകഥാ സമാഹാരത്തിൽ 18 കഥകളുണ്ട്. 18 ചെറുകഥകളുടെ ഒരു വലിയ ബുക്കെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കഥ എന്ന് പറയുമ്പോൾ ക്വാറന്റൈൻ, കളിത്തട്ട്, സഹ്യൻ്റെ മകൻ, അങ്ങനെ കഥകളിലൂടെ കുറേ പേരുകളിലൂടെ മുന്നോട്ട് വന്നു. 16ാമത്തെ കഥ അച്ഛ ഫൂൾ, 17ാമത്തെ കഥ മാർഷല ആകെ, 18ാമത്തെ കഥ പൊട്ടിമാരിയിലെ ശിശിരം. ഇത്രയുമാണ് കഥകൾ. 18 കഥകളുണ്ട്. ആ 18 കഥയിൽ ഒരു കഥയായ കാറ്റ് വന്ന വഴിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കഥ മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. കാറ്റ് വന്ന വഴിയേ. നല്ല ചൂടുണ്ട്, നല്ല വിയർപ്പുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടാൽ എന്താ പറയുക, ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് ആ ഫാനിൻ്റെ വോയിസ് ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് ഞാൻ ഫാൻ ഇടാതിരിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തട്ടെ. 15 ദിവസത്തെ കർശന ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ട ഒരാത്മാവാണ്. കൊറോണ സമയത്ത് എഴുതിയ കഥയാണെന്ന് തോന്നുന്നു. ഇവിടെ ക്വാറന്റൈൻ നിയമങ്ങളെല്ലാം 100% കണിശമായതിനാൽ കൊറോണയ്ക്ക് ഇവിടേക്ക് കടക്കാനേ പറ്റിയിട്ടില്ല. ഭരണാധികാരി യമധർമ്മനും മന്ത്രി ചിത്രഗുപ്തനും എല്ലായിടവും കൃത്യമായ നിരീക്ഷണത്തിന് ഭൂതഗണങ്ങളെ കാവലേൽപ്പിച്ചിരിക്കുകയാണ്. നിയമം തെറ്റിക്കുന്നവർ എത്ര ഉന്നതരായാലും പരസ്യമായ കർശന ശിക്ഷയുണ്ട്. താക്കീത് എന്ന വാക്ക് ഇവിടുത്തെ നിഘണ്ടുവിൽ പോലുമില്ല. കൊറോണ അധികരിച്ച് പരേതാത്മാക്കൾ ക്രമാതീതമായി എത്തുന്നു. പലരും നെഗറ്റീവ് ആകാതെ മരണപ്പെട്ടതിനാൽ കർശന പരിശോധനയും നിയന്ത്രണവുമാണിവിടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇത്ര വൃത്തിയും ഭംഗിയും വെടുപ്പുമുള്ള ഒരിടം മറ്റെവിടെയുമില്ല. കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന പതുപതുത്ത പുൽത്തകിടി, ഓരം ചേർന്ന് മജന്ത പട്ട് അണിഞ്ഞ ഗുൽമോഹറുകൾ. മജന്ത കളറിൽ ഗുൽമോഹർ ഉണ്ടോ എന്ന് ഞാൻ ഒരു വേള ചിന്തിച്ചു. എനിക്കറിയില്ല, ചിലപ്പം മുരളി മാഷ് കണ്ടിട്ടുണ്ടാവും ഗുൽമോഹറുകൾ മജന്ത കളറിലുള്ളത്. എനിക്കറിയില്ല. ഭയലേശമില്ലാത്ത പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ, ഇളം കാറ്റിന് മഞ്ഞിൻ്റെ കുളിര്, അരണ്ട വെളിച്ചം മാത്രമാണ് ഇവിടെ. ആത്മാക്കൾ ഇവിടേക്ക് എത്തുന്നത് കുന്തിരിക്കവും അകിലം പുകയുന്ന ഗുഹകൾ വഴി, പിന്നെ പച്ച മരുന്നുകൾ നിറഞ്ഞ സ്റ്റീം ബാത്ത്. ഇത്രയും ശുദ്ധി വരുത്തിയിട്ടും കർശന ക്വാറന്റൈൻ. ലോലമായ മാസ്കാണ് കേട്ടോ ഇവിടെയുള്ളത്. മൂക്കിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലൊന്നും വരുത്തേയില്ല. അതിട്ടാൽ പിന്നെ കൈകൾ എത്ര ശ്രമിച്ചാലും മുഖത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനേ കഴിയില്ല. നമ്മളറിയാതെ അത് മുഖത്ത് വന്ന് ഒട്ടിപ്പിടിക്കുന്നതാണ്. വെറുതെ അല്ല ആൾക്കാർ സ്വർഗം എന്നൊക്കെ പറയുന്നത്. ഭക്ഷണത്തിനൊക്കെ കർശന നിയന്ത്രണം. ഒരു നേരം മാത്രം കഴിക്കാം, ആവശ്യത്തിനുള്ളത്, അല്പം പോലും പാഴാക്കരുത്. വെള്ളവും. പറഞ്ഞു ഞാനാകെ കാട് കയറി കേട്ടോ, ക്ഷമിക്കണേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്താളുകളിൽ എന്നെക്കുറിച്ചുള്ള വാർത്ത വായിച്ച നിങ്ങളിൽ ചിലർ സങ്കടപ്പെടുകയും ചിലർ എന്നെ പ്രാകുകയും ചെയ്തിട്ടുണ്ടാകും. ബുദ്ധിമോശം വന്ന് ചുരിദാറിൻ്റെ ഷാളിൽ കുരുക്കുമുറുക്കുന്നതിന് മുന്നേ 7-അപ്പിൽ ചേർത്ത ഉറക്ക ഗുളികകൾ പകർന്ന ആലസ്യം, ശ്വാസം മുട്ടി തൊണ്ട ഞെരിഞ്ഞു പൊട്ടിപ്പിടയുമ്പോൾ പ്രാണൻ മുറിയുന്ന നോവൊന്നും അറിഞ്ഞില്ല. വല്ലാത്തൊരു ഉന്മാദമായിരുന്നു. ഒരു തോക്ക് കിട്ടിയെങ്കിൽ കൊതിച്ചുപോയി. ആ നെറി കെട്ടവൻ്റെ നെഞ്ചാങ്കോട് തകർത്തേനെ. പത്രക്കാർക്ക് മറ്റൊരു ചൂട് വാർത്ത കൂടി. ബാങ്ക് മാനേജർ വെടിയേറ്റ് മരിച്ചു. അസിസ്റ്റന്റ് മാനേജർ ബാങ്കിൽ ജീവനൊടുക്കി. അവൻ്റെ അപ്പന് പോസിറ്റീവായി ക്വാറന്റൈനിൽ പോയത് അവൻ്റെ ആയുസിൻ്റെ വലിപ്പം കൊണ്ടൊന്നും മാത്രം. അവന് വേണ്ടി കരുതിയ മോർഫിൻ നിറച്ച സിറിഞ്ച് പേഴ്സിൽ കരുതിയിട്ട് കുറച്ചായി. ലോക്ക്ഡൗൺ കാരണം എല്ലായിടവും അടച്ചപ്പോഴും സാമ്പത്തിക രംഗം തകരാതിരിക്കാൻ വേണ്ടി പൊരുതിയ ബാങ്ക് ജീവനക്കാരെക്കുറിച്ച് മിണ്ടാൻ ആർക്കും നാവില്ല. ആരോഗ്യപ്രവർത്തകരെയും പോലീസുകാരെയും പോലെ പണലഭ്യത ഉറപ്പാക്കാൻ ഞങ്ങളും മുന്നണിയിലുണ്ടായിരുന്നു. പക്ഷേ ആരും ആ സത്യം തിരിച്ചറിഞ്ഞില്ല. ബ്രാഞ്ചുകളുടെ സമയം ക്രമീകരിക്കുകയും വാഹന സൗകര്യമില്ലാത്തതിനാൽ വർക്ക് അറ്റ് ഹോം നിലവിൽ വരികയും ലോൺ സംബന്ധമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന തിരക്കിൽ കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കുന്നത് പോലും ഞങ്ങളിൽ പലരും മറന്നു.
ഈ അമ്മയ്ക്ക് വീട്ടിലിരുന്നാലും ഞങ്ങളെ ഓർക്കാൻ നേരമില്ല. ലച്ചുവിൻ്റെ പരിഭവം. അവൾ ബിസ്ക്കറ്റ് പാട്ടയിൽ കൈയിട്ട് നോക്കി. അമ്മ, ഈ കണ്ണേട്ടൻ ബിസ്ക്കറ്റെല്ലാം തീർത്തു കേട്ടോ. കുട്ടികൾക്ക് നല്ല വിശപ്പാണ്. പാവങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് മടുത്തു. വീട്ടിലിരുന്നിട്ടും അവർക്ക് നാവിന് രുചിയുള്ള ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത സങ്കടം. വർക്ക് അറ്റ് ഹോം ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സീനിയറിൻ്റെ വിളി വരും. മാനേജർ ടെസ്റ്റിനുള്ള അപേക്ഷ അയച്ചപ്പോൾ തങ്കേച്ചി സൂചിപ്പിച്ചതായിരുന്നു, ചിന്നു, പറക്കം പറ്റാത്ത കുട്ടികളെയും കൊണ്ട് നീ വിഷമിക്കേണ്ടി വരും കേട്ടോ. ആലോചിച്ച് നോക്ക്, ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. പിന്നെ നിന്റെ ഇഷ്ടം. പോരാത്തതിന് നമ്മുടെ ബാങ്ക്. അന്നൊരു വാശിയായിരുന്നു. എല്ലാം നേടണം, പൊരുതി മുന്നേറണം, ബന്ധങ്ങൾ തടസ്സമാകരുത്. ആഴ്ചകൾ നീണ്ട കണ്ടെയ്ൻമെൻറ് സോൺ. സർട്ടിഫിക്കറ്റുകൾ ചീഫ് മാനേജർക്ക് ഫയലിൽ വെച്ച് നൽകിയപ്പോൾ അത് അയാൾ വലിച്ചുറയേറി. പിന്നെ ഒരു രാക്ഷസൻ്റേതുപോലുള്ള ആക്രോശം. 1.5 മാസത്തെ ലീവൊന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല സാർ. നമ്മുടെ മറ്റ് ബ്രാഞ്ചുകളിലെല്ലാം അനുവദിച്ച ലീവാണ്. പിന്നെ ഞാൻ വീട്ടിൽ പാതിര വരെ കുത്തിയിരുന്ന് സാറ് അയച്ചു തന്ന വർക്കെല്ലാം കൃത്യമായി തീർത്തില്ലേ സാർ? എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ എൻ്റെ നിയമം. നീ വേണമെങ്കിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അയാളുടെ പരുഷമായ വാക്കുകൾ. ക്യാബിനിൽ വന്നിരുന്ന് ഒരു കുപ്പി വെള്ളം ഒറ്റയടിക്ക് അകത്താക്കി. മാനേജർ വെള്ളം കുടിപ്പിച്ചോ? ലതേച്ചി ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് ചോദിച്ചു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാഷ് ബേസിനിൽ മുഖം കഴുകി തിരിഞ്ഞപ്പോൾ പിന്നിൽ ലതേച്ചിയുടെ സ്പന്ദനം. മോളെ, സങ്കടപ്പെടണ്ട കേട്ടോ. ആ കാലമാടന് ഇന്ന് വട്ട് കുറച്ചേറിയിട്ടുണ്ട്. ഫോണിൽ കൂടി ആരോടോ എന്തൊക്കെയോ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്ന കേട്ടു. മോൾ എന്തായാലും യൂണിയൻകാരെ ഒന്ന് അറിയിച്ചേക്ക്. യൂണിയൻകാർ മാസം പിരിവ് വാങ്ങാനല്ലാതെ ചുക്കിനും ചുണ്ണാമ്പിനും ഉപകാരമില്ലാത്ത പരിശീലനം. തൻ്റെ വാക്കുകൾ കേട്ടിട്ട് ലതേച്ചി, ശരിയാണ്, എന്നാലും ഒന്ന് പറഞ്ഞേക്ക്. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷങ്ങൾ പങ്കുവച്ച് സഹകരിച്ച് ജോലി ചെയ്ത സ്ഥലമാണ്. പുതിയ ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നപ്പോൾ ധൂമകേതു പോലൊരു തടിമാട്. അവൻ്റെ മുഖത്താണേലോ ഒരു കൊലച്ചിരി. ഹൗസിംഗ് ലോണിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഷെൽഫിൽ വെച്ച് പൂട്ടിയ ഫയൽ കാണാനില്ല. താനാണെങ്കിൽ വർക്ക് അറ്റ് ഹോമിൽ. സുഗന്ധി എല്ലായിടവും അരിച്ചു പറക്കി. അടുത്ത ആഴ്ച അവർക്ക് വീട് പണി തുടങ്ങിയാണ്. അതിനു മുമ്പ് ലോൺ അനുവദിക്കണം. എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ ഫയലാണ്. അതെവിടെ പോകാൻ? ശരിക്കും വിയർത്തുപോയി. CCTVയുടെ ഡേറ്റാസ് ഒന്ന് നോക്കിയാൽ അറിയാലോ ആരോടും മാറ്റിയൊന്ന്. ഒരു ഞെട്ടലോട് ഓർത്തു. ചില ക്യാമറകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി. ലോക്ക്ഡൗൺ കാരണം വ്യാപാരികളും വ്യവസായികളും ലോൺ അടയ്ക്കുന്നത് മുടങ്ങി. മുകളിൽ നിന്നും സമ്മർദ്ദം ഏറി വരുന്നു. ലോൺ തിരിച്ചടപ്പിക്കണം. വീടെത്തിയാൽ ദാസേട്ടൻ്റെ ചിട്ടി കമ്പനിയുടെ പൊല്ലാപ്പുകൾ. കമ്പനി പച്ചപിടിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ തിരക്കഥയ്ക്ക് ദൃശ്യഭാഷ്യം ചമയ്ക്കാൻ ക്യാമറയും തൂക്കി പാലക്കാട്ടെ ശിരുവാണിയിലും ചിണ്ടക്കിയിലും മുക്കാലിയിലും ഗുളിക്കടവിലും കവളപ്പാറയിലും ലൊക്കേഷൻ തിരഞ്ഞുള്ള യാത്രകൾ. പാതിരാത്രി കാലുറയ്ക്കാതെ വരുന്ന ദാസേട്ടൻ. മനം പുരട്ടുന്ന വാട. എങ്ങനെയാണോ എന്തോ ജീവിതം മുന്നോട്ട് പോവുക. ഏട്ടാ, അതേ ഇങ്ങോട്ട് നോക്ക്. സിനിമ പിടിക്കലൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ മുന്നിലുണ്ട്. എനിക്ക് മാന്യമായ ജോലിയുണ്ട്. പിന്നെ ഏട്ടൻ്റെ കുരുക്കമ്പനി നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഏട്ടൻ്റെ ഈ കൂട്ട്, പാതിരാത്രി നേരം തെറ്റിയ വരവ്, എനിക്കിതൊന്നും അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. സ്വരച്ചേർച്ചയുടെ തന്ത്രിയിൽ അപസ്വരങ്ങൾ പെരുകി. അന്നൊരു ശപിക്കപ്പെട്ട ശനിയാഴ്ചയായിരുന്നു. പിന്നെ കൂടുതൽ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. വണ്ടിയും എടുത്തൊരു പോക്ക്. പിന്നെ ദൈവമേ, എന്തെല്ലാം കാണേണ്ടി വന്നു. ചുമരിൽ മാല ചാർത്തിയിരിക്കുന്നുണ്ട്. ദുഷ്ട, എന്നെ മക്കളെയും തനിച്ചാക്കി പോയില്ലേ? എന്താ അമ്മേ, ആരോടാ സംസാരിക്കുന്നത്? മുറിക്കുള്ളിൽ നിന്നും ലച്ചുവിൻ്റെ വിളിച്ച് ചോദ്യം. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. കുട്ടികൾ കാണണ്ട, അവരെ കൂടി വിഷമിപ്പിക്കണ്ട. ഇരമ്പുന്ന കടലുമായി വാഷ് ബേസിൻ്റെ മുന്നിലെ കണ്ണാടി കാലം പകർന്നാടിയ വേഷപ്പകർച്ചയെ തെളിച്ചു കാട്ടി. ചുവന്നു കലങ്ങിയ കണ്ണുകൾ. തലയിൽ വെള്ളിക്കമ്പികൾ പെരുകുന്നു. ജാലകപ്പഴുതിലൂടെ കടന്നെത്തിയ ചെറുകാറ്റിൻ്റെ സാന്ത്വനത്തലോടൽ കവിളിൽ വന്നു മുട്ടി. എന്തും സഹിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ദാസേട്ടൻ്റെ അമ്മയുടെ മൂശേട്ട എൻ്റെ കുട്ടിക്ക് സൗകര്യം കൊടുക്കാതെ അവനെ ഇല്ലാതാക്കി ഒരുമ്പട്ടോള്. കുറ്റപ്പെടുത്തൽ, ശാപവാക്കുകളൊക്കെയും സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു.
യാത്രാ ബുദ്ധിമുട്ടുകൾ നിവർത്തിയില്ലാതെയാണ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയത്. അന്ന് രാത്രി ലച്ചുവിൻ്റെ ഫോണിൽ കൂടിയുള്ള കരച്ചിൽ, ചായ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയെന്നും പറഞ്ഞ് മുത്തശ്ശി അവളെ തല്ലി. കണ്ണൻ ഓടി മാറിയതിനാൽ അവൻ തൽക്കാലം രക്ഷപ്പെട്ടു. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വല്ല തൊഴിലുറപ്പ് പണിക്ക് പോയാലോ എന്ന് പലതവണ ആലോചിച്ചതാണ്. ദാസേട്ടൻ്റെ ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോഴുണ്ടായ കേസുകൾ, മക്കളുടെ വിവാഹത്തിനു വേണ്ടി ചിട്ടിയിൽ ചേർന്നവരുടെ കണ്ണീര്, പോരാത്തതിന് എൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ അടവ്. ഏട്ടനെ വിളിച്ച് സംസാരിച്ചാൽ ഒരു ആശ്വാസമാണ്. എല്ലാ ബന്ധങ്ങളും വിട്ടെറിഞ്ഞ് അന്യജാതിക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നതിൻ്റെ പക തീരാത്ത പിതാവിൻ്റെ ശാപവാക്കുകൾ. നീ അനുഭവിക്കുവടി, അത് ഓർമ്മ വന്നു. കണ്ണീര് തോരാത്ത അമ്മയുടെ മുഖവും. ഏട്ടൻ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം പകർന്നത്. കാലത്തിനുണക്കാൻ കഴിയാത്ത വടുക്കളൊന്നുമില്ലെന്നായിരുന്നു ഏട്ടൻ്റെ പക്ഷം. മൊബൈൽ മാറ്റിയപ്പോൾ കുറേ പ്രധാന നമ്പറുകൾ നഷ്ടപ്പെട്ടു. എന്നാലും ആ മാനേജറുടെ കുത്തി നോവിക്കുന്ന വാക്കുകൾ തനിക്ക് അർഹതപ്പെട്ടതാണ്. അയാൾ ചവിട്ടി മെതിച്ചിരിക്കുന്നു, സ്ത്രീയാണെന്ന പരിഗണന പോലും തരാതെ. ലതേച്ചിയെ വിളിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ കണ്ണുകൾ ചുമരിൽ തൂങ്ങുന്ന ക്ലോക്കിലുടക്കി. 12 കഴിഞ്ഞു. കുറേ കരഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കടന്നിട്ടും ഉറക്കം വന്നില്ല. ബാങ്ക് തുറക്കേണ്ട താക്കോലും എടുത്തിറങ്ങിയപ്പോൾ തനിക്ക് അന്നവും അഭയവും തന്ന ഹോസ്റ്റലിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. എന്താ കുട്ടിയെ, ഏതോ ചിന്താലോകത്തിലാണല്ലോ താൻ? കുറേ നേരമായി കുട്ടിയുടെ അടുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരമ്മച്ചിയുടെ ആത്മാവ്. ഇവിടെ എല്ലാവർക്കും നീല കലർന്ന തൂവെള്ള വസ്ത്രമാണ് മോളെ. നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് പുലി പോലത്തെ 4 പെൺകുട്ടികളായിരുന്നു. എല്ലാം നല്ല പഠിപ്പും പത്രാസുമുള്ള ജോലിക്കാരികളും. പറഞ്ഞിട്ടെന്താ, അനാഥാലയത്തിൽ ഒടുങ്ങാനായിരുന്നു എൻ്റെ തലവിധി. അമ്മച്ചി, ഒരബദ്ധം പറ്റിയതാ. കാറ്റിൻ്റെ ചിറകേറി ഞാൻ നാടൊക്കെ ചുറ്റി എൻ്റെ കുട്ടികളുടെ തോരാ കണ്ണീര് കണ്ടു. ലച്ചുവിൻ്റെ കോലം കണ്ട് ഇടനെഞ്ച് പൊടിയുന്നു. എൻ്റെ കുട്ടികളെ ഒന്ന് തൊട്ടാശ്വസിപ്പിക്കാൻ പോലും കഴിയണില്ല. ദാസേട്ടൻ്റെ അമ്മയുടെ ശാപവാക്കുകൾ കേട്ടിട്ട് ചെകിട് പൊളിഞ്ഞു. ആത്മാക്കൾക്ക് അവിടെ അധിക സമയം തങ്ങാൻ പറ്റില്ലല്ലോ. ഇവിടെയും സ്വൈര്യമില്ലാതായി. എൻ്റെ കുട്ടി, നീ ചെയ്തതൊട്ടും ശരിയായില്ല. ഒളിച്ചോട്ടം, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അച്ഛനില്ലാത്ത പറക്കമുറ്റാത്ത കുട്ടികളെ എൻ്റെ ഒരു മാത്രം ഓർക്കാതെ പോയത്. കുട്ടി, നല്ല സുഹൃത്തുക്കൾ എന്നും മികച്ച വഴികാട്ടികളാണ്. അവർക്ക് ആപൽഘട്ടങ്ങളിൽ തുണയാകാൻ കഴിയും. പക്ഷേ ആധുനികരെന്ന് അവകാശപ്പെടുന്നവർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഉൾക്കരുത്തില്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുക എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നോക്കൂ കുട്ടി, സങ്കടപ്പെടണ്ട. ഇവിടുത്തെ ക്വാറന്റൈൻ കാലം തീരുന്നതോടെ നമ്മുടെ പൂർവജന്മ സ്മൃതികളെല്ലാം തീരും. ഈ കഥയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഒരിക്കലും എന്നൊരു മെസ്സേജ് ഈ കഥ നൽകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ കഥയോടൊരു പ്രിയം തോന്നി. കാരണം ഇത് കാണുന്ന ആൾക്കാരോടാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് കടന്നു പോകുന്നത്. നല്ല നല്ല ജീവിത പ്രതിസന്ധികളുണ്ട് തീർച്ചയായിട്ടും. നല്ലതെന്ന് വെച്ചാൽ ബാഡ് സെൻസിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. ഈ പറയുന്ന എനിക്കും എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ഒരാളൊന്നുമല്ല ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും എന്താ പറയുക, ആത്മഹത്യ കൊണ്ട് മായ്ക്കാൻ പറ്റുമെന്നൊരിക്കലും വിചാരിക്കരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.